ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. അതായത് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷേ ഞാനധികം വീഡിയോസൊന്നും ഇടാറില്ല. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇടാൻ കാരണം തന്നെ ഞാൻ ഒരു കൊച്ചിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോജിക്കാരൻ, തനി ഫോട്ടോജിക്കാരൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. ഇന്ന് ഞങ്ങൾക്കിവിടെ ഒരു ആഘോഷങ്ങൾ പറഞ്ഞൊരു ദിവസമാണ്. അതായത് December 31 ഞങ്ങൾക്കിവിടെ. അപ്പോൾ 31 January 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കൊച്ചിയിൽ വലിയൊരു ആഘോഷം തന്നെ നടക്കുന്നൊരു സമയമാണ്. അതായത് December 1 തൊട്ട് ഞങ്ങൾ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും സെലിബ്രേഷൻ തുടങ്ങുമെങ്കിലും കൊച്ചിയിലേക്ക് എല്ലാവരും വരുന്ന ദിവസമാണ് December 31 January 1. ഈ 2 ദിവസങ്ങളിൽ കൊച്ചിയിലേക്കുള്ള തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അധികമായിരിക്കും. അപ്പോൾ ഞങ്ങൾ കൊച്ചിക്കാർക്ക് തന്നെ നടക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൊച്ചിയിൽ വെളി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിലുള്ള ഓരോ കാഴ്ചകളും ഇന്ന് 31 ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ, ഞാൻ കണ്ട കാഴ്ചകളെല്ലാം വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇന്ന് നടന്ന് കണ്ട കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോണത്. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണ കാര്യം. എൻ്റെ കണ്ണിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ക്യാമറയെ കൂടി എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ ബീച്ചിൽ പോകാൻ പോകണതാണ്. അതിൻ്റെ വെളി ഗ്രൗണ്ടിൽ ഞാനിപ്പോൾ ഉണ്ട്. ഇവിടെയുള്ള ക്രിസ്മസ് ട്രീ ഞാൻ കാണിച്ചു തരും. അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഞങ്ങൾ അഹങ്കരിക്കണം അങ്ങനെയാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പരേഡ് ഗ്രൗണ്ടിലുള്ള വലിയ പപ്പാനി, എല്ലാ 31 രാത്രി 12 മണിക്ക് ഞങ്ങൾ കത്തിക്കുന്ന പപ്പാനി, ഇതെല്ലാം നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വെളിയിലത്തെ ക്രിസ്മസ് ട്രീ. നമ്മളിപ്പോൾ ഏകദേശം അടുത്തെത്തി. ഇനി കുറച്ചും കൂടി നടക്കാനുണ്ട്. അപ്പോൾ ട്രീയുടെ ഏകദേശം അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കണം. പരേഡ് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഏതായാലും
ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് വേണം പരേഡ് ഗ്രൗണ്ട് വരെ എത്താനായിട്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ പരേഡ് ഗ്രൗണ്ടിൽ എത്താനായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അവിടെ നിന്ന് പിന്നെ നെറ്റും നല്ലോണം ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണാണ് അവരുടെ ചീനവല. അപ്പോൾ അവർ മേളിലൊക്കെ ലൈറ്റൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഫുള്ള് ലൈറ്റ് ഇട്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സമയം കുറവാണ്. ഇത് കണ്ടിട്ട് നമുക്ക് പപ്പാനെ കത്തിന് കാണാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും നമുക്ക് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകാം. പോണ വഴിക്ക് നമുക്ക് ഉള്ള കാഴ്ചകളൊക്കെ ഏതായാലും എടുക്കാം. അപ്പോൾ ഏതായാലും പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകാം. സമയം വല്ലാതെ വൈകി, 12 മണി ഏകദേശം ആയി, 12:05 കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് കത്തിപ്പോടാനാണ് ഒരുപാട് നേരം നിന്നാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം. നമ്മളിപ്പോൾ നേരം വൈകി, ഒരുപാട് നേരം വൈകി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാന്താക്ലോസിനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈം 12 മണിക്കായി. ഇപ്പോൾ 12 കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്നാലും അവിടെ ഒരേ കാഴ്ച